ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ മെറ്റീരിയൽ വെച്ചിട്ട് ഇതുപോലൊരു ബേബി ഫ്രോക്കാണ് ചെയ്യുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയൊരു ബേബി ഫ്രോക്കാണ് ഇത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കട്ടിങ്ങിലേക്ക് പോകാം. ആദ്യം തന്നെ കോട്ടൻ്റെ ലൈനിങ്ങിൽ ഞാൻ ഇതുപോലെ 4ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. 7.5 ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഷോൾഡർ മാർക്ക് ചെയ്യാം. 4 ഇഞ്ചാണ് ഞാനിതിൻ്റെ ഷോൾഡർ എടുത്തിട്ടുള്ളത്. ആം ഹോൾ എടുക്കുന്നത് 3.5 ഇഞ്ചാണ്. അപ്പോൾ 3.5 ഇഞ്ച് ഇതിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. 3.5 ഇഞ്ച് താഴേക്കൊന്ന് വരച്ചു കൊടുക്കാം. അതിന് ശേഷം ചെസ്റ്റ് എടുക്കുന്നത് 5 ഇഞ്ചും അതിൻ്റെ കൂടെ 1 ഇഞ്ച് സീം അലവൻസ് ആയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം വേസ്റ്റ് എടുക്കുന്നതും 5 ഇഞ്ച് തന്നെയാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് എക്സ്ട്രാ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇതേ അളവിൽ തന്നെ ഫ്രോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഇത് ചെറിയൊരു മോഡൽ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഞാൻ നെക്ക് വിഡ്ത്ത് 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ നെക്ക് ലെങ്ത്ത് എടുക്കുന്നതും 2 ഇഞ്ച് തന്നെയാണ്. അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവിടുന്ന് ഇതുപോലൊരു ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ മാർക്ക് ചെയ്ത് 2 ഇഞ്ചിൻ്റെ അവിടുന്ന് ഒരു 1/2 ഇഞ്ചും കൂടെ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ടും ബാക്കും ലൈനിങ്ങിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് മെയിൻ ക്ലോത്തിൽ ഇത് മടക്കി വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. 4ആയിട്ട് മടക്കിയിട്ട് തന്നെയാണ് ഇതും കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് സ്ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിത് ഇതുപോലുള്ള 2 പീസാണ് എടുത്തത്. ഇത് ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ട്. ഒരു സിൽവർ ഷെയ്ഡ് വരുന്ന ഒരു പീസാണ്. 3 ഇഞ്ച് വിഡ്ത്തും അതുപോലെ 6 ഇഞ്ച് ലെങ്ത്തുമാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. പീസ് നമ്മുടെ കയ്യിൽ ഫ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 12 ഇഞ്ചും വിഡ്ത്ത് വരുന്നത് 3 ഇഞ്ചുമാണ്. ഇതുപോലെ 2ആയിട്ട് മടക്കി വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആ വരച്ചതിലൂടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അതിന് ശേഷം നമ്മൾ അതിൻ്റെ ആ വളച്ച് കട്ട് ചെയ്ത ഭാഗം ഒന്ന് മടക്കി അടിച്ചു കൊടുക്കണം ഫുള്ളായിട്ട്. അതിന് ശേഷം ഇതുപോലെ കുട്ടി കുട്ടി പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം. ത്രെഡ് പോർഷൻ ചെയ്യാനായിട്ട് 8 ഇഞ്ച് ലെങ്ത്തിൽ ഞാൻ കോട്ടൻ്റെ ലൈനിങ് എടുത്തിട്ടുണ്ട്. 4ആയിട്ട് മടക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വിഡ്ത്ത് എടുക്കുന്നത് 12 ഇഞ്ചാണ്. അപ്പോൾ 12 + 12 24 ഇഞ്ചാണ് ഒരു സൈഡ് വരുന്നത്. അപ്പോൾ ഇനി മെയിൻ ക്ലോത്തിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. മെയിൻ ക്ലോത്തിൽ അളവെടുത്തിട്ടുള്ളത് 9 ഇഞ്ചാണ് ലെങ്ത്ത് എടുക്കുന്നത്. വിഡ്ത്ത് സെയിം 24 ഇഞ്ച് + 24 ഇഞ്ച് ഫ്രണ്ടും ബാക്കും രണ്ടും കൂടെ അങ്ങനെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ 4ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ഒരുമിച്ച് വെച്ചിട്ട് തന്നെയാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത അളവിലൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം മുകളിലെ ഭാഗവും മടക്കി വെച്ചുകൊണ്ട് മുകളിലെ ഭാഗവും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് 2 പീസായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി സ്ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ 2 സൈഡായിട്ടൊന്ന് മടക്കി കൊടുക്കുക. അതിന് ശേഷം ഇതുപോലെ ഒന്ന് മടക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതിൻ്റെ മുന്നേ നമ്മളൊന്ന് ഫ്രില്ല് ചെയ്ത ആ പീസ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടാണ് അതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടുക. 2 സൈഡിലുള്ള സ്ട്രാപ്പ് ഇതുപോലെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ബോഡി പാർട്ടിൻ്റെ നല്ല വശം എടുത്ത് വയ്ക്കുക. അതിൻ്റെ മുകളിൽ നമ്മൾ ചെയ്ത സ്ട്രാപ്പ് ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിന് ശേഷം അതിൻ്റെ മുകളിൽ കോട്ടൻ്റെ ലൈനിങ് വെച്ച് കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പാർട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ബാക്ക് പാർട്ടിൻ്റെ നല്ല വശം ഇതുപോലെ വെച്ച് കൊടുക്കുക. അതുപോലെ ഫ്രണ്ട് ഭാഗത്തിൻ്റെ നല്ല വശവും ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ കോട്ടൻ്റെ ലൈനിങ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഫ്രണ്ടും ബാക്കും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ ഭാഗം ഇതുപോലെ ഫ്രില്ലിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ ലൈനിങ്ങും മെറ്റീരിയലും കൂടെ ഫ്രില്ലിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിയൊന്ന് മടക്കി അടിച്ചു കൊടുക്കണം. അതിന് ശേഷം നമ്മൾ ബോഡി പാർട്ടിലേക്ക് സ്കേർട്ടിൻ്റെ പാർട്ട് ഇതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ അതും കൂടെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡും കൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. ഇതുപോലെ സൈഡും കൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുത്താൽ നമ്മളെ ഫ്രോക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഒരു ഫ്ലവർ കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ റൗണ്ട് ഷേപ്പിൽ ഇതുപോലെ ഒരു 5 പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ സെൻറ്റർ ഒന്ന് മടക്കി കൊടുത്തിട്ട് തുന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിതേ ഫ്ലവറിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിൽ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് പോയി കണ്ടു നോക്കണേ. അപ്പോൾ 5 പീസും ഇതുപോലെ കോർത്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതുപോലെ നൂല് വലിച്ചു കൊടുത്തിട്ട് ഒരുമിച്ച് ഫ്ലവറിൻ്റെ ഷേപ്പിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഫ്ലവർ ചെയ്തതിൻ്റെ അടിഭാഗത്ത് ഇതുപോലെ 2 സൈഡിലെ നൂല് വെച്ചൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഫ്ലവർ ഏകദേശം റെഡിയായി കഴിഞ്ഞു.
ഇനി നമുക്കിത് ഫ്രോക്കിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു ഫ്രോക്കാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തുടർന്നുള്ള വീഡിയോകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. താങ്ക്